നമസ്കാരം. SCBയുടെ ഓണവിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബും സഹധർമ്മിണി ശ്രീമതി അനിലയും. സ്വാഗതം ഇരുവർക്കും. ഈ ഓണം കുറേ ഉണ്ടിട്ടും ശ്രീ അനൂപ് ജേക്കബിനെ പണ്ട് കണ്ടതുപോലൊക്കെ തന്നെ ഇരിക്കുകയാണ്, എന്നും യുവത്വത്തിൽ നിൽക്കുകയാണ്. വണ്ണം വെക്കാത്തതുകൊണ്ട് ചോദിച്ചാണോ? അതെൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ്. ഞാൻ സാമാന്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കും, എന്നാലും ലിമിറ്റഡ് ആണെങ്കിൽ പോലും നന്നായി കഴിക്കും. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഈ ഓണം എന്ന് പറയുമ്പോഴേ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യയാണ്. കാലം എത്ര മാറിയാലും എത്ര ജെൻസിയുടെ ഓണമായാൽ പോലും ആ വിഭവസമൃദ്ധമായ, എന്നും വിഭവസമൃദ്ധമാണ് പുതിയ കാലത്തിൽ. പക്ഷേ ഓണത്തിനതൊരു പ്രത്യേകതയാണ്. ആ ഇലയിൽ ശ്രീ അനൂപിൻ്റെ ചിത്രവും തെളിയും എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരൻ്റെ ഭക്ഷ്യധാന്യങ്ങളുടെ ഇടമായിട്ടുള്ള സപ്ലൈകോ അങ്ങ് കുറേ നാടുകളായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും, വളരെയേറെ. കാരണം ഞാൻ ചുമതലയേറ്റിപ്പം 3 മാസം ആവുന്നു. ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് വെല്ലുവിളികളിലൊന്നായിരുന്നു കർഷകരുടെ നെല്ല് സംഭരണത്തിന് തുക കൊടുക്കുക എന്നുള്ളത്. ഒരു 90% വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഇനി 10% കൂടി ഉണ്ട്, അത് കൊടുക്കണം. അതിനുള്ള നടപടി ഞങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്. വളരെ സീറോയിൽ നിൽക്കുമായിരുന്ന സമയത്ത് ഒന്നൊന്നായി എടുക്കണം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ അത് മാനേജ് ചെയ്ത് പോകാൻ കഴിഞ്ഞു. നല്ലൊരു പദ്ധതി സപ്ലൈകോയിലൂടെ തന്നെ ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശം നൽകി. അവർ നൽകിയ പദ്ധതികൾ ഏതൊക്കെ നിലയിൽ നമുക്ക് ഇതിൻ്റെ വിപണിയെ സമീപിക്കാം, പിന്നെ ഈ പറയുന്ന പോലെ പ്രൈസ് റൈസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ, വിലക്കയറ്റം സ്വാഭാവികമായിട്ടും ഉത്സവകാലത്ത് എപ്പോഴും ഉള്ള ഒന്നാണ്, ഒരു പ്രതിഭാസമാണ്. അത് മനഃപൂർവ്വം കുറേ സൃഷ്ടിക്കപ്പെടും. പിന്നെ ഇപ്പോൾ ക്രോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു മറ്റ് സ്റ്റേറ്റുകളിൽ. അതൊക്കെ നമ്മളെ ബാധിക്കുമെന്നുള്ള ഒരു വ്യക്തത വന്നപ്പോൾ തന്നെ പരമാവധി റൈസും മറ്റ് പൾസസും പ്രൊക്യൂർ ചെയ്ത് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവുക എന്നൊരു തീരുമാനം ആദ്യമേ എടുത്തു. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് മാക്സിമം എമൗണ്ട് 253 കോടി രൂപ ഓണത്തിന് വേണ്ടി അപ്പോൾ തന്നെ അലോട്ട് ചെയ്യാനുള്ള തീരുമാനം വന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ റൈസ്, OMSS വിഭാഗത്തിലും മറ്റു തരത്തിലുള്ള അരി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിൻ്റെ ഒരു ആലോചന കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വിപണിയെ നിയന്ത്രിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ ഈ 13 സാധനങ്ങളുടെ സബ്സിഡി ഇപ്പോഴും നിലവിലുണ്ടല്ലോ, അതിൽ ധാരാളമായിട്ട് നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ 13 സബ്സിഡി സാധനങ്ങൾ നൽകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചില സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഒക്കെ വില കുറച്ചു. കഴിഞ്ഞ ദിവസം 20 രൂപ ഞങ്ങൾ വീണ്ടും കുറപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തി. സബ്സിഡി സാധനം ഉണ്ട് എന്ന് പറയാൻ ശരിയാണ്, പക്ഷെ സാധനം മാർക്കറ്റിൽ കിട്ടണം. അതെ അതെ. സ്റ്റോറിൽ വരുന്ന ഒരു ഓണഫെയറിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സാധനം അവൈലബിൾ ആണ്. സബ്സിഡി 13 ആവട്ടെ 23 ആവട്ടെ, ഉള്ളത് കിട്ടണം. അപ്പോൾ ഇത്തവണ 13 ഉണ്ട് എന്നുള്ളതാണ് ഈ ഓണത്തിൻ്റെ സപ്ലൈകോയിലെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, തിരുവനന്തപുരത്തെ ഒരു 3-4 സപ്ലൈകോയിൽ ഞാൻ കയറിയപ്പോഴേ എനിക്ക് കാണാൻ കഴിഞ്ഞത് നന്നായിട്ട് മറ്റ് സൂപ്പർ മാർക്കറ്റുകളെയൊക്കെ വെല്ലുന്ന തരത്തിൽ സപ്ലൈകോ നന്നായിട്ടുണ്ട്. ഞാൻ ഇത്തവണ പിറവത്ത് ഞങ്ങളുടെ ഓണഫെയർ ഉദ്ഘാടനം ചെയ്യാൻ ഈ 2 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. തിങ്കളാഴ്ച ചിങ്ങത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഈ റാക്കുകളെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്, വലിയ സന്തോഷമുണ്ട് എന്ന് എന്നോട് ഒരുപാട് പേര് വന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നിറഞ്ഞ റാക്കുകൾ സപ്ലൈകോയിൽ കാണുന്നത്. അവിടെ പിറവത്ത് ഞാൻ അത്യാവശ്യം വലിയൊരു മോള് തന്നെ പണിതിട്ടുണ്ട്. ഒരു സപ്ലൈകോയുടെ സബർബൻ മാൾ എന്ന് പറഞ്ഞൊരു വലിയ സിസ്റ്റം തന്നെ അവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മന്ത്രിയായിരുന്നപ്പോൾ. അവിടെ എല്ലാം പലപ്പോഴും പരിമിതമായിരുന്നു സ്റ്റോക്ക്. ഇത്തവണ നല്ല സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 14 ജില്ലകളിലും അത് ഉറപ്പുവരുത്തോളം നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. സാധനങ്ങളുടെ അവൈലബിലിറ്റി, ഓണം കഴിഞ്ഞും അതിൻ്റെ അവൈലബിലിറ്റി, ഓണം കഴിഞ്ഞുള്ള അടുത്തൊരു 3-4 ദിവസത്തേക്കുള്ള അവൈലബിലിറ്റിയും ഉറപ്പുവരുത്തിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധനം ഇല്ല എന്ന് പറയാൻ പാടില്ല, കാരണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ വാങ്ങിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ജീവനക്കാർക്ക് ഭയമാണ്. അല്ല, അങ്ങനെ ഒരു ബോർഡും ഒരു ജീവനക്കാരനും വെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞ തിരുവോണം കഴിഞ്ഞ് അടുത്ത ഒരു 4-5 ദിവസത്തേക്കും കൂടിയുള്ള സ്റ്റോക്ക് കണക്കാക്കിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനടുത്ത ടെൻഡർ വരും, അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഓണം കഴിഞ്ഞുള്ള കാലത്തെക്കുറിച്ചും ശ്രീ അനൂപ് ആലോചിച്ചിട്ടുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഓണം കഴിഞ്ഞുള്ള ഇപ്പോൾ തിരുവോണം കഴിഞ്ഞ് അടുത്ത 5 ഡേയ്സിലേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിനടുത്ത് ടെൻഡറിലേക്ക് പോകും. അത് പിന്നെ ഒരു പ്രോസസ്സാണല്ലോ, കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്.
ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അരിയുടെ അവൈലബിലിറ്റി 1,65,000 മെട്രിക് ടൺ റൈസാണ് ഞങ്ങൾ കണക്കാക്കി വെച്ചിരിക്കുക. അതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ നോർമൽ റേഷൻ വിഹിതം, സ്പെഷ്യൽ അരി വിഹിതം, സപ്ലൈകോയിൽ കൊടുക്കുന്ന സബ്സിഡി അരി, സപ്ലൈകോയുടെ കൊടുക്കുന്ന OMSS അരി, അങ്ങനെ എല്ലാ റൈസും കൂടി ചേർന്ന് 1,65,000 മെട്രിക് ടൺ അരി സിവിൽ സപ്ലൈസ് മാത്രം വിതരണം ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം ഓണം കഴിഞ്ഞും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ റിവ്യൂ കിട്ടിയപ്പോൾ വളരെ സക്സസ്ഫുൾ ആണ്. ആൾക്കാർ നന്നായിട്ട് അത് വാങ്ങുന്നുണ്ട്, വളരെ അപ്രിസിയേഷൻ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പരാതിയുണ്ട്, ചില 1-2 പരാതികളൊക്കെ അത് സ്വാഭാവികമായിട്ടും വരും, പരാതികൾ വരും. എങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഓൾറൗണ്ടായിട്ട് നോക്കുമ്പോൾ വളരെയേറെ OMSS റൈസും സ്പെഷ്യൽ അരിയും സ്വീകാര്യത ജനങ്ങളുടെ ഇടയിലുണ്ട്. കാക്കിണ്ട ബ്രാൻഡ് റൈസാണ് മാക്സിമം അത് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. FCI ആയിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി ആ ബ്രാൻഡാണ് കൊണ്ടുവന്നത്. അത് തന്നെയാണ് ഒരു 80% റേഷൻ ഷോപ്പുകൾ അത് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ സിസ്റ്റം, ഈ OMSS സിസ്റ്റം ഓണം കഴിഞ്ഞും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം ഓണം കഴിഞ്ഞ് നമ്മൾ വിട്ടുകൊടുത്താൽ വീണ്ടും പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് നിലനിർത്തി സ്റ്റേബിൾ ആക്കുന്നവരെ ഈ അരി കൂടുതൽ വിപണിയിൽ ഇതുപോലെ തന്നെ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ശ്രീമതി എടുക്കലൊന്ന് ചോദിക്കുകയാണ്. ഈ എറക്കാലം ടീച്ചറായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ ഒരു കുട്ടിയെ ശാസിക്കുന്ന രീതിയിലൊക്കെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറുണ്ടോ ഇങ്ങനെ? ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല, എല്ലാം നന്നായിട്ട് നോക്കി ചെയ്യുന്ന. കാരണം ഈ അനൂപ് ജേക്കബ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഭക്ഷ്യവകുപ്പ് മാത്രമാണ്. ശ്രീ TM ജേക്കബിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പക്ഷേ നിർദ്ദേശം വെക്കത്തില്ലേ? ഇല്ല, അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല. അനൂപിനെല്ലാം അറിയാം, എല്ലാം നന്നായിട്ട് ചെയ്യും. വീട്ടിലെ കാര്യങ്ങൾ ഇടപെടും. വീട്ടിലെ കാര്യം അല്ല, പൊതുവിപണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ സാധാരണക്കാരുടെ പരാതികളൊക്കെ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കേട്ടതാണ്, ഇല്ലായ്മയും കേട്ടു, നിറഞ്ഞു നിന്ന അവസരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു നിർദ്ദേശവും മുമ്പോട്ട് വയ്ക്കാറില്ലല്ലേ? പത്രത്തിൽ ഇപ്പൊ എന്തിലെ വിലയൊക്കെ കൂടുന്നെന്ന് കാണുമ്പോൾ ഞാനത് പറയും. അത് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. ഇത്തവണ പക്ഷേ പൊതുവിപണിയിൽ ഒരു വിലക്കയറ്റം ഉണ്ടായില്ല. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉത്സവകാലം ആകുമ്പോൾ എല്ലാ ഫെസ്റ്റിവൽ സീസൺസിലും നമുക്ക് പ്രൈസ് ഹൈക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അത് ബോധപൂർവ്വം സൃഷ്ടിക്കും. പക്ഷെ ഇത്തവണ ക്രോപ്പ് ലോസും കൂടി ഉണ്ടായി. മറ്റ് ആന്ധ്ര ഉൾപ്പെടെ കർണാടക ക്രോപ്പ് ലോസ്, അതുകൊണ്ട് അതിൻ്റെ സാധ്യത കുറച്ചുകൂടി കൂടുതലായിരുന്നു. അത് മുൻകൂട്ടി കണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു. അതിന് വലിയ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്യാൻ പറ്റിയില്ല, പ്രൈസ് പുറത്തോട്ട് ഷൂട്ടപ്പ് ചെയ്തില്ല, നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സപ്ലൈകോയിൽ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഈ വിപണിയിലുണ്ടാകുന്ന വില വ്യതിയാനങ്ങളുടെ പ്രയാസം ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല, ഒരു ആശ്വാസം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് ഈ ഓണക്കാലത്ത്. കാരണം മാവേലി സ്റ്റോറുകളിലും എല്ലായിടത്തും സാധനമുണ്ട്, അവിടെ വന്ന് വാങ്ങാം. അയറോ കടലയോ പരിപ്പോ എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഹോർട്ടികോപ്പ് വളരെ നന്നായിട്ട് കൃഷി വകുപ്പ് പച്ചക്കറി വിപണികളും കൂടി ഇതിനോട് ചേർന്ന് കുറച്ചുകൂടി ആക്റ്റീവാക്കി എടുത്തു. പിന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡും വളരെ ആക്റ്റീവാണ് ഈ ഓണക്കാലത്ത്. അപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ഏജൻസീസും, സിവിൽ സപ്ലൈസ് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങൾ കൂടി വളരെ ആക്റ്റീവായിട്ട് ഇത്തവണ വിപണിയിലേക്ക് വന്നു എന്നതാണ് ഈ ഓണക്കാലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വിപണിയെ സംബന്ധിച്ച്. ഈ ഒരു കാലത്ത് ഈ റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയിൽ നിന്നൊക്കെ ഒരു സമൂഹത്തിൽ ചില ഉന്നത വിഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു നിന്നിരുന്നു. കാരണം റേഷൻ കടയിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു നിലവാരമില്ലാത്ത തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷ്യധാന്യങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ ഒരു പരാതി ഉണ്ട്, പറച്ചിലുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട്, എല്ലാവരെയും അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊന്ന് ഈ കുത്തരി അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ഇതാണ്. പിന്നെ ഇപ്പോൾ FCI റൈസ് ആണല്ലോ നമ്മുടെ റേഷൻ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അത് സെൻട്രലൈസ്ഡ് പൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊക്യൂർമെൻറ്റും അതിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസും അത് സയൻറ്റിഫിക് ആയ നിലയിൽ തന്നെ കുറേയൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇൻ്റർമീഡിയറ്റ് ഗോഡൗൺസ് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ നേരത്തെ സംഭരിച്ച് സ്വീകരിക്കുക. അത് ഗവൺമെൻറ്, അത് മുഖ്യമന്ത്രി തന്നെ അത് ആ ഒരു ആശയവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് മുളക് മറ്റുള്ള പൾസസിൻ്റെ കാര്യം കൂടി ചേർത്ത് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഈ നല്ല സീസണിൽ ഇത് വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ച് വില കൂടുന്ന സമയത്ത് വിപണിയിലേക്ക് ഇറക്കി വിടണം. അപ്പോൾ വീണ്ടും വിപണി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമ്മളിപ്പോൾ വാങ്ങുന്ന നമുക്ക് ഒരു റുട്ടീൻ ടെൻഡറുകളാണല്ലോ, ഇത്ര ദിവസം കൊണ്ട് ടെൻഡർ വിളിച്ച് മുളക്, പയർ, കടല എല്ലാം ഇങ്ങനെ വാങ്ങും. അപ്പോൾ ആ സമയത്തെ വിലയ്ക്കാണ് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. നേരത്തെ നല്ല ഇതിൻ്റെ ഹാർവസ്റ്റ് സമയത്ത് ഇത് വാങ്ങിച്ച് നമുക്ക് സംഭരിച്ച് പിന്നീട് വിപണിയിലേക്ക്
ഇതിൻ്റെ ഈ ലഭ്യത കുറയുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടെ നമുക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയം കൂടി ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യം, റേഷൻ ഷോപ്പിലേക്ക് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്, തീർച്ചയായിട്ടും തിരിച്ചു വരുന്നുണ്ട്. ഇക്കുറി പിന്നെ ഓണം ഇവിടെ പിറവത്തായിരിക്കുമോ അതോ ഇവിടെ തലസ്ഥാനത്ത് തന്നെ? ഞാൻ സാധാരണ നാട്ടിൽ പോകാറുണ്ട് ഓണത്തിന്, അങ്ങനെ എല്ലാ പ്രാവശ്യവും അവിടെ പോകും. പിന്നെ കുറേ ഓണപരിപാടികൾ കൂടുതലുണ്ട് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉള്ള മണ്ഡലത്തിലെ ഓണപരിപാടികളാണല്ലോ കൂടുതൽ. ഇത്തവണ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെല്ലണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകും. പല സ്ഥലങ്ങളിലും ഓണ ആഘോഷ പരിപാടികളുണ്ട്. എന്നാലും നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് കൂടുതൽ സമയം. ഏറ്റവും കൂടുതൽ ഓണപരിപാടി വരുന്നത് എനിക്ക് ഈ വരുന്ന ആഴ്ചകളിലാണ്. നാട്ടുകാർ കാത്തിരിക്കുകയായിരിക്കും ആദ്യത്തെ പിന്നെ മന്ത്രിയായതിനു ശേഷം, അല്ലെ 10 വർഷത്തിന് ശേഷം മന്ത്രി പദവിയിലേക്ക് വരുന്നു, നാട്ടുകാർ കാത്തിരിക്കുന്നു. അല്ല, ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. മാക്സിമം സമയം ഇപ്പോഴും നേരത്തെ ആഴ്ചയിൽ മിക്ക ദിവസവും ഞാനിവിടെ ഉണ്ടാവും. എങ്ങനെ പോയാലും ഒരു 4-5 ദിവസം അവിടെ ഉണ്ടാവും. 1-2 ദിവസമായിരുന്നു എനിക്ക് പുറത്തോട്ടുള്ള യാത്ര, നിയമസഭാ സമിതികളൊക്കെ ആയിട്ട് യാത്ര. ഇത്തവണ ഇപ്പോൾ തിരിച്ചാണ്. എന്നാലും ഞാൻ മാക്സിമം ഡേയ്സ് അവിടെ നിൽക്കാനും ആ ഒരു പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ മാക്സിമം ശ്രമിക്കാറുണ്ട്. പഴയതുപോലെ അത്രയും കഴിയുന്നില്ലെങ്കിൽ പോലും മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ സ്വകാര്യ പരിപാടികൾ ധാരാളം വരും. സ്വകാര്യ പരിപാടിയിൽ ഇപ്പോൾ വ്യക്തിപരമായ പരിപാടികൾ വരും. ആൾക്കാരെ വിവാഹ കല്യാണങ്ങൾ ക്ഷണം വരാറുണ്ട്, വീട് വരെ താമസം, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ. സിംഗം എന്ന് പറയുന്ന വലിയ തിരക്കിന്റെ സമയമാണ് എല്ലാ പരിപാടികളും. അല്ല, അപ്പം മാഡം ഏത് തരത്തിലായിരിക്കും ഓണം ആഘോഷിക്കുന്നത്? ഇതിനോടൊപ്പം അങ്ങ് ഒഴുകി പോവുകയാണോ ചെയ്യുന്നത്? അനുഭവം എവിടെയാണോ അവിടെ നമ്മൾ ഓണം ദിവസം ഒരുമിച്ചായിരിക്കും. ആ നിർബന്ധമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്നിരിക്കും. അത് ഈ ഓണത്തിന് എന്താ ഈ ഏറ്റവും കൂടുതലായിട്ട് ശ്രീ അനൂപ് ഇഷ്ടപ്പെടുന്ന വിഭവം ഏതാണ്? നാടൻ വിഭവങ്ങളെല്ലാം ഇഷ്ടമാണ്. പിന്നെ അവിയൽ കൂടുതൽ ഇഷ്ടമാണ്. അപ്പം സദ്യക്ക് അവിയൽ മസ്റ്റാണല്ലോ. പിന്നെ പായസം, അടപ്രഥമനോ അല്ലെങ്കിൽ അങ്ങനെ പായസമാണല്ലോ ഇതിന്റെ ഒരു എന്താ നമുക്കൊരു ഹൈലൈറ്റ്. അതിന്റെ ഒരു വൈബ് എന്ന് പറയാം. ഈ പിറവത്തെന്താ എങ്ങനെയാ ഈ ഓണം പിന്നെ സദ്യ രീതികളൊക്കെ? തിരുവനന്തപുരത്ത് കുറച്ച് വ്യത്യാസം. ഇപ്പം നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിന്നെ മലബാർ സൈഡിൽ ചിക്കനും മീനും ഒക്കെയാണ് പ്രധാനം ഓണത്തിന്. പിറവത്ത് അങ്ങനെ നമ്മള് സദ്യ വെജിറ്റേറിയൻ ആയിട്ടാ. പക്ഷെ ഈ പഴവും പാനി എന്നും പറഞ്ഞ അവിടെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടൊരു ഇതുണ്ട്. പഴവും പാനിയും പഴവും, അത് പനംപാനി എടുത്ത് അതൊരു വിഭവമാണ്. അത് നല്ല രീതിയിൽ എടുക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഒറിജിനൽ പനംപാനിയോ കിട്ടാൻ പാടെ. ഇപ്പോൾ കൂടുതലും പഞ്ചസാര പാനിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സമയത്ത്. അത് ഓണത്തിൻ്റെ അല്ല, ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണെങ്കിൽ പോലും ഓണത്തിനത് ഞങ്ങളത് നിർബന്ധമായിട്ടും സ്പെഷ്യലായിട്ട് വീട്ടിലത് എടുക്കാറുണ്ട്. പനംപാനി വരുവാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാം അവിടെ എപ്പോഴേലും വരുവാണെങ്കിൽ. ഈ പിന്നെ TM ജേക്കബിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഓണമൊക്കെ? നിങ്ങൾ അച്ഛൻ ഓണത്തിന് വളരെ പെർട്ടിക്കുലറാണ്. എല്ലാവരും ഉണ്ടാവണം, ഒരുമിച്ച് വളരെ പെർട്ടിക്കുലാരിറ്റി ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഓണത്തിന് ഉണ്ടാവണം. ഒരുമിച്ച് ആ ഒരു ദിവസം ഓണത്തിന്റെ ഉച്ചത്തെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഒരുമിച്ചൊരു മന്ത്രി ആയിരുന്നപ്പോഴും അശ്വിൻ്റെ ലാസ്റ്റ് ഓണവും അശ്വൻ വളരെ നിർബന്ധമായിട്ട് അന്ന് ഓണത്തെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ ഓണവും. ചിലപ്പോൾ യാത്ര പോകും എവിടെയെങ്കിലുമൊക്കെ, ലോക്കലായിട്ട് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോകാനും സമയം കണ്ടെത്തി ഓണാവധി നോക്കി ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഓണത്തിന് നിർബന്ധമായിട്ട് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാൻ ഒരു ദിവസം ഒരു സ്പെൻഡ് ചെയ്യാനൊരു ടൈം കണ്ടെത്തുമായിരുന്നു. അത് നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒന്നാണ്. ഞാനത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാഡം അധ്യാപികയായിരുന്നു, ഏത് വിഷയമാണ്? ഞാൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ BPC കോളേജ് പിറവത്ത് പഠിപ്പിക്കുകയായിരുന്നു. ശരി. ഈ ഓണത്തിന് ഇപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള പിന്നെ പക്ഷിധാന്യങ്ങളുടെ കാര്യത്തിലൊക്കെ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇനിയും വരുന്ന ഓണത്തിനും മറ്റ് ഓണം മാത്രമല്ല, ഇനിയിപ്പം പിന്നെ പെരുന്നാൾ, ക്രിസ്മസ്, ഇങ്ങനെ ഓരോ ഫെസ്റ്റിവലും കേരളത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം സപ്ലൈകോയിലും ഈ റേഷൻ കടയൊക്കെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതല്ലേ പ്രധാനം? അതെ, അതൊരു വെല്ലുവിളിയുമാണ്. കാരണം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് സപ്ലൈകോ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങും എയ്ഡും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചും വൈറ്റ് പേപ്പർ ഇറങ്ങി, നല്ലൊരു സാമ്പത്തിക സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയുള്ള അനവധി ഇഷ്യൂസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഞാനത് എപ്പോഴും പറയുന്ന പോലെ അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ക്ഷേമ പ്രവർത്തനങ്ങളെ, വെൽഫെയർ സ്കീംസിന് ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കരുതെന്ന നിർബന്ധം UDF ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം അക്കാര്യത്തിൽ കടക്കുന്നത്. ഇനി വരുന്ന ഇപ്പോൾ പെരുന്നാളുകൾ, ക്രിസ്മസ് എല്ലാ വർഷവും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാ സമയത്തും
ഫെസ്റ്റിവൽ സമയത്തെ വളരെ കൃത്യമായ നിലയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉള്ള നടപടികൾ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ക്രിസ്മസിന് പ്രത്യേക ഫെയറുകൾ വെക്കാറുണ്ട്, ബക്രീദിന് വെക്കാറുണ്ട്. അപ്പോൾ അത് ഇടക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. വിഷുവിന് നോർത്തേൺ കേരളയിലേക്ക് കൂടുതൽ വിഷു ചന്തകൾ, സ്പെഷ്യൽ ചന്തകൾ ഇടാറുണ്ട്. മലബാർ ഏരിയയിൽ കൂടുതൽ ഇടാറുണ്ട് എല്ലായിടത്തും ഇടുന്നതിനേക്കാൾ. അപ്പോൾ അതൊക്കെ ഇടക്കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമല്ലായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഞങ്ങൾക്ക് വീണ്ടും ആക്റ്റീവ് ആക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം. എന്തായാലും ഇപ്പോൾ ആദ്യത്തെ ഓണം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അത് ഓണം കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഓണമാണല്ലോ. ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ സപ്ലൈകോയൊക്കെ നല്ല ഒന്നുകൂടെ സ്റ്റൈലാക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം മറ്റ് ഈ സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളെ വെല്ലുന്ന തരത്തിൽ കൂടുതൽ ആകർഷണീയമാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഒരു നീക്കമുണ്ടോ? പ്രതിസന്ധി ഉണ്ടാകാം. അത് സാമ്പത്തിക പ്രതിസന്ധി ഇതിലേക്ക് ബാധിക്കാതെ കൊണ്ടുവരാൻ കഴിയും. അവർക്ക് തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യാൻ കഴിയും. അതിന് 1600 ഔട്ട്ലെറ്റ്സ് ഉണ്ട് സപ്ലൈകോയ്ക്ക്. അത്രയും വലിയ റീറ്റെയിൽ ചെയിൻ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സപ്ലൈകോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീറ്റെയിൽ മാർക്കറ്റാണ്, റീറ്റെയിൽ ചെയിനാണ്. അത് അവർക്ക് നന്നായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അട്ടർ ഫ്ലോപ്പാണ് ഇപ്പോൾ. അത് മാറ്റിയെടുക്കണം. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇത്രയും ഔട്ട്ലെറ്റ്സ്, ഇത്രയും നെറ്റ്വർക്ക് ഉള്ളപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. എത്ര സബ്സിഡി കൊടുത്താലും കഴിയും. ഗവൺമെൻറ്റിൻ്റെ ചെറിയ കൈത്താങ് ഉറപ്പുണ്ട്, അതെപ്പോഴും ഉണ്ടാവും, നിർബന്ധമായിട്ടും ഉണ്ടാവും. പക്ഷെ ഒപ്പം തന്നെ അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മറ്റ് സബ്സിഡി കഴിഞ്ഞുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, FMCG പ്രൊഡക്ട്സ് ഉണ്ട്. അതിൻ്റെ വിൽപ്പന വർദ്ധിപ്പിച്ചാൽ നല്ലൊരു വരുമാനം അവർക്ക് വരാൻ കഴിയും. പരസ്യ വരുമാനം അവർക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വിൽപ്പന, അത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഈ ഔട്ട്ലെറ്റ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് നന്നായിട്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ. അതിനനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സപ്ലൈകോ ബിൽഡപ്പ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു സമയം ഇത് കഴിഞ്ഞാൽ, ഓണം കഴിഞ്ഞാൽ അടുത്ത അതിലേക്കാണ് ഇനി പൂർണ്ണ ശ്രദ്ധ അതിലേക്കാണ് കൊണ്ടുവരാൻ കഴിയുന്നത്. മറ്റ് വരുമാന വർധനവ് ഏതൊക്കെ നിലയിൽ സപ്ലൈകോയിൽ എത്തിക്കാൻ കഴിയും എന്നതിലേക്കാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ കൺവീനിയൻസ് സ്റ്റോറുകൾ ആരംഭിക്കാൻ പോവുകയാണ്. 24 hours ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം മെട്രോ സിറ്റീസിലാണ്, എറണാകുളത്താണ് ആദ്യത്തെ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ മെട്രോ നഗരങ്ങളിലും പ്രധാന ജില്ലാ കേന്ദ്രങ്ങളിലും ഫേസ് ബൈ ഫേസ് ആയിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ വരുമാനം കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര ദിവസം വരെ ഓണം ആഘോഷിക്കാറുണ്ട്? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ആഘോഷിക്കാറുണ്ട്. ഈ മാവേലിക്കര ഓച്ചിറ ഭാഗത്തൊക്കെ ആണെങ്കിൽ 28 ദിവസം വരെ ഓണം ആഘോഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഓണാട്ടുകരയിൽ. ഓണത്തിൻ്റെ പല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓണത്തിൻ്റെ ആ ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ആഘോഷം പ്രധാനം സ്കൂൾ അവധി കണക്കാക്കിയാണ് ഓണത്തിൻ്റെ അവധി. ഓണാവധി അങ്ങനെ മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ അവധി നോക്കി കുടുംബങ്ങൾ ഓണം ആഘോഷിക്കുകയാണ്. എന്ന് സ്കൂൾ തുറക്കുന്നു, ഓണപരിപാടി അവസാനിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഓണം അങ്ങനെ മാറിയെന്നാട്ടോ എൻ്റെ അഭിപ്രായം. പിന്നെ കൺവെൻഷനായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അത് സംതിങ് എൽസ്. ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് ഓണം മാറി, വളരെയേറെ കമേഴ്ഷ്യലൈസ്ഡ് മാറി കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ. പക്ഷേ എനിക്ക് വേറൊരു അഭിപ്രായം, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ പറയാൻ കഴിയുന്നത്, TV-കളിൽ നിന്ന് ഓണം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമവീഥികളെ സജീവമാക്കാൻ കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ വന്ന വലിയൊരു മാറ്റം അതാണ്. നമ്മുടെ ക്ലബ്ബുകൾ, റെസിഡന്റ് അസോസിയേഷൻസ് ഒക്കെ വളരെ ആക്റ്റീവായി. അതുവഴി നമുക്ക് ഓണപ്പരിപാടികൾ, ഓണക്കളികൾ, വിവിധ തരത്തിൽ പരിപാടി എല്ലാം വളരെ ആക്റ്റീവാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പം അതൊരു പ്രത്യേകതയാണ്. 90s നമ്മൾ കൂടുതലും TV മാത്രം ഓറിയൻറ്റ് ചെയ്ത് പോയി. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയൊക്കെ തുടങ്ങിയ സമയമായിരുന്നല്ലോ ഓണപരിപാടി തുടങ്ങിയപ്പോൾ. എല്ലാവരും അങ്ങനെ ഒരു കുറേ വർഷം അങ്ങനെ മാറി. പിന്നെ തിരിച്ച് ഓണപരിപാടികളിലേക്ക് വന്ന് ക്ലബ്ബുകളൊക്കെ ആക്റ്റീവായത്, യുവജന ക്ലബ്ബുകൾ, നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ വളരെ ആക്റ്റീവായത്. അത് ഭയങ്കര ഒരു മാറ്റം അതുണ്ട്. പിന്നെ ഇപ്പോൾ മൊബൈൽ സ്ക്രീൻസും ഒക്കെ വന്നു. ഓക്കെ, അതിലും ഉണ്ട് ഓണത്തിൻ്റെ ഒരു വൈബ്. ഈ പറയുന്ന പോലെ ലസതയിൽ മാത്രം അതും ഉണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാമവീഥികളും സജീവമാണ്. നഗരങ്ങളിലാണ് ലൈറ്റും ഷോയും ഒക്കെ ഉള്ളത്. പക്ഷേ നാട്ടിലേക്ക് ചെല്ലുമ്പം ലൈറ്റും ഷോയും ഒന്നും ഇല്ലെങ്കിൽ പോലും ഓണത്തിൻ്റെ സ്പിരിറ്റ് വളരെ അർത്ഥവത്തായ നിലയിൽ ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ട്. അത് വാസ്തവമാണ്. പിന്നെ മലയാളി എവിടെയുണ്ടെങ്കിലും ഓണം ആഘോഷിക്കും. അവിടെ ഓണമുണ്ട്. ലോകം മുഴുവൻ ഇന്ന് ഓണം ആഘോഷിക്കും. ഇപ്പം നേരത്തെ ഈ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഓണ വിഭവത്തെ പറ്റി പറഞ്ഞല്ലോ, പഴവും പാനി. അത് ഓണ വിഭവം എന്നല്ല, അതൊരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക്. അത് നല്ലൊരു ഐഡിയ ആണല്ലോ, നല്ലൊരു ആശയമായി ഇപ്പൊ പറഞ്ഞത്. അല്ല, ആരെങ്കിലും അതൊന്ന് റീലാക്കിയാൽ മതി അല്ലേ? അപ്പൊ അടുത്ത തവണ നമുക്കത് നടപ്പിലാക്കും. ഓണത്തിന് ഈ ഡെസേർട്ടായിട്ട് ഇത് വെക്കാറുണ്ട്. പിന്നെ പിടിയും
കോഴിയും ഒരു പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ്. ഏതാ ഏതാ പിടിയും കോഴിയും അത് ഓണത്തിന്റെ അല്ല കേട്ടോ, അത് അല്ല ഈസ്റ്ററൊക്കെ ആയി ബന്ധപ്പെട്ട് അത് വരുന്ന ഒന്നാണ്. അതൊരു നല്ലൊരു വിഭവമാണ്. ഓരോ പ്രദേശങ്ങൾക്കും പ്രാദേശികമായ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള അല്ല, കുറച്ചുകൂടെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ പാറശാല ചെല്ലുമ്പോൾ അത് മാറും, സ്വഭാവം മാറും. ഇപ്പം വടക്കൻ കേരളത്തിലും മലബാറിലും കോഴിക്കോട് റീജിയൻസിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഡെലിക്കസീസ് ഉണ്ട്. പക്ഷെ പലർക്കും നമുക്ക് അറിയത്തില്ല. അതുപോലെ ഈ പിറവം ഭാഗത്ത് ഈ മറ്റെന്തെങ്കിലും ഓണത്തിന് പ്രത്യേകമായിട്ടുള്ള കളികൾ വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ ഇവിടെ ഒരു ഭക്ഷ്യ കാര്യത്തെ പറ്റി പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും ഉണ്ടോ? ചിലയിടങ്ങളിൽ കുമ്മാട്ടിക്കളി, പുലികളി, കരടികളി ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത? ഈ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ അവിടെ സാധാരണ ഉള്ളതുപോലുള്ള വിവിധ ഓണക്കളികളൊക്കെ വളരെ ആക്റ്റീവായ നിലയിലുണ്ട്. എല്ലാം റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. അതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ നടത്തുന്നുണ്ട്. പിറവം വള്ളംകളി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിറവത്തിൻ്റെ പ്രത്യേകത അല്ല, വള്ളംകളി എല്ലായിടത്തും ഉണ്ട്. പിന്നെ പിറവം വള്ളംകളി പ്രത്യേകതയുണ്ട്. ഒഴുക്കിനെതിരെ തുഴയുന്ന ഒരു വള്ളംകളിയാണത്. ഒഴുക്കിനെതിരെയാണ് ഇതിൻ്റെ ട്രാക്ക്. ട്രാക്ക് വരുമ്പോൾ ഒഴുക്കിനെതിരെയാണ് തുഴഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം വളരെ വലുതാണ്. ഇപ്പോൾ അത് CBLന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, നടപ്പിലാക്കി വരുന്ന ഒന്നാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഇവൻ്റായി വള്ളംകളി മാറി. ഓണം പിറവം വള്ളംകളി മാറി. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തോട് അടുത്താണ് വന്നത്. ഇത്തവണ കുറച്ച് നീണ്ടുപോകുന്ന ശേഷം സെപ്റ്റംബറിലേക്കാണ്. അപ്പോൾ എന്തായാലും പഴവും പാനിയും ഒക്കെ കഴിച്ച് അടുത്ത തവണ കേരളം മുഴുവൻ പഴവും പാനിയും കഴിക്കും എന്നുള്ളതാണ്. അങ്ങനൊരു കാര്യം ഏതായാലും നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം സ്നേഹം, നന്മ ഇതൊക്കെ നിറഞ്ഞ നല്ലൊരു ഓണം ഞങ്ങൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ.